ഗൈസ്, കയ്യിലിരിക്കുന്ന ഈ ടൂൾസ് കൊണ്ട് നമ്മൾ പിടിച്ച ഈ പൊളപ്പൻ ചമ്പലിയെ അരിഞ്ഞു ഞുറുക്കി ചട്ടിയിലാക്കാൻ പോകണം കേട്ടോ. പറന്ന് ഇവന്റെ പെണലെല്ലാം ചുരണ്ടി കളഞ്ഞ് കത്രിയും കത്തി ഉപയോഗിച്ച് ഇവന്റെ വാലും ചിറകും എല്ലാം കണ്ടിച്ച് കളഞ്ഞിരിക്കുവാണ്. കുറച്ച് കല്ലുപ്പ് തട്ടിയിട്ട് ഇവനെ പറന്ന് മെഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിച്ച് ഇവനെ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാവുന്നതാണ്. നല്ല സൈസ് ഉള്ള ചെമ്പല്ലി ആയതുകൊണ്ട് തന്നെ നല്ല തുണ്ടൻ കഷ്ണങ്ങളാണ് നമ്മൾ ഈ അരിഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. വെട്ടിക്കൂട്ടൽ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പാചകത്തിനുള്ള ടൈം ആയിരിക്കുവാണ്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ചതച്ച ഇഞ്ചി, ഉപ്പും കൂടെ ചേർത്ത് നല്ല വൃത്തിക്ക് ഇവനെ വിരകിയെടുക്കുവാണ്. ഇവനെ റെസ്റ്റിന് വെച്ചിരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. പാനിലേക്ക് ഉള്ളി തട്ടിയിട്ട് ആശാന് മൂപ്പായി എന്ന് മനസ്സിലാക്കുന്ന ടൈമിൽ ആവശ്യത്തിന് ചില്ലി പൗഡറും കൂടെ ചേർത്തിളക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ നടനായ ഇരുമ്പ് ജോൺ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഒരു ഇരുമ്പ് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം നമ്മുടെ മീനിന്റെ കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് വറുത്തെടുക്കുവാണ്. നല്ല കൊഴുത്ത മീനായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നെയ്യ് ഇറങ്ങുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. മീൻ അങ്ങോട്ട് പാകം എത്തുമ്പോൾ ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന ചടങ്ങാണ്. ഗ്രേവി സെറ്റ് ചെയ്തെടുക്കുന്നതിനായി ഒരു പാനിലേക്ക് മീൻ വറുത്ത എണ്ണയും അതിന്റെ കൂടെ ആവശ്യത്തിന് എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി കൊത്തി എരിഞ്ഞ ഇഞ്ചി ഇട്ട് പറണ്ടുവാണ്. ഇതിലേക്ക് നമ്മൾ ഇനി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് പറണ്ടി കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ പച്ചമുളകും ചേർത്ത് പറണ്ടാം കേട്ടോ. ഇനി നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായ ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും ടേൺ ആണ്. കറിവേപ്പിലയും കൂടെ ചേർത്ത് പറണ്ടി കഴിഞ്ഞാൽ ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ ഉള്ളി പേസ്റ്റ് ചേർക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് കുഴച്ചു മറിച്ച് കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിക്കുന്നതോടെ നമ്മുടെ ഗ്രേവിയുടെ കൂട്ട് സെറ്റ് ആണ്. ഇതിൽ എല്ലാം പ്രധാനം ഒരിക്കലും ഉപ്പിടാൻ മറന്നുപോലെ കേട്ടോ. അങ്ങനെ ഗ്രേവി ഒന്ന് മൂത്ത് സെറ്റ് ആയ ശേഷം നമ്മൾ മീനിന്റെ കഷ്ണങ്ങൾ പറക്കി വെക്കുവാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മീൻ ഇട്ട് കൂടുതൽ ഇളക്കിയാൽ ഇത് പിഞ്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മീനിന്റെ കഷ്ണം ഗ്രേവിയിലിട്ട് തിരിച്ചു മറിച്ചു വിടുമ്പോൾ അതീവമായ ജാഗ്രത വേണം. എന്തായാലും നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ഡിഷ് ആയ ചെമ്പല്ലി പെരട്ട് ഇവിടെ റെഡിയാണ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുള്ളു പോലും വീട്ടിലെ പൂച്ചയ്ക്ക് കിട്ടില്ല കേട്ടോ.